പല്ലാവൂർ ചിന്മയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ സമൂഹത്തിന് മാതൃകയായി. കൂടല്ലൂർ പുഴയോരത്ത് 50 വൃക്ഷത്തൈകൾ നട്ടാണ് മാതൃകാ പ്രവർത്തനം. പുഴയെ മലിനീകരണത്തിൽ നിന്നും സംരക്ഷിക്കുക, പുഴയോരത്തെ പ്രകൃതി ഭംഗി വീണ്ടെടുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് വിദ്യാർത്ഥികൾ മാതൃകാ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയത്. നെന്മാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി സുനിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദീതടമാണ് ഭാരതപ്പുഴ നദീതടം എന്ന് പറയുന്നത്. ആ ഭാരതപ്പുഴയുടെ ഒരു കൈവരിയാണ് ഇന്ന് നമ്മളിവിടെ കൂട്ടിയിട്ടുള്ള ഈ കൂടല്ലൂർ പുഴയോരം എന്ന് പറയുന്ന ഗായത്രി പുഴ. ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നെല്ലിയാമ്പതി മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സീതാറുകുണ്ട് വെള്ളച്ചാട്ടത്തിലെ അടക്കം വെള്ളം വന്ന് ഒഴുകിയെത്തുന്ന പുഴയാണ് യക്ഷുമതി പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ യക്ഷുമതി പുഴയും ഗായത്രി പുഴയും കൂടിച്ചേരുന്ന ഭാഗമാണ് ഇന്ന് നിങ്ങളൊക്കെ കടന്നു വന്നിട്ടുള്ള കൂടല്ലൂർ പുഴയോരം. അപ്പോൾ അതുകൊണ്ട് ഈ പുഴയോരത്ത് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നത് ഈ പുഴയെ സംരക്ഷിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ പുഴകളിൽ നിന്നും അതുപോലെ നദികളിൽ നിന്നും ധാരാളമായ ഒരു കാലഘട്ടത്തിൽ മണ്ണും മണലും ഒക്കെ എടുത്തത് മൂലം പുഴകൾക്കൊക്കെ രൂപമാറ്റം സംഭവിക്കുകയും പുഴയുടെ ഒഴുക്കിന് തടസ്സമാവുകയും പുഴയ്ക്കകത്തുള്ള വെള്ളത്തിൻ്റെ അംശം ഇല്ലാതായി പോവുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇന്ന് നമ്മുടെ പുഴകളിൽ മണൽ എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ലാതായി. അതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബസ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ TS ഷിനി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗോകുൽദാസ്, വാർഡ് മെമ്പർ രമേശ്, FOB പ്രതിനിധി അനന്തലക്ഷ്മി, അധ്യാപകരായ S സുമേഷ്, C ഉഷ എന്നിവർ നേതൃത്വം നൽകി. UTV ന്യൂസ്, പാലക്കാട്.